ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോമ്പിലൂടെയുള്ള ഉപവാസം, ഭക്ഷണ നിയന്ത്രണം, ആ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ ആരോഗ്യ സംരക്ഷണം എന്ന നിയ്യത്ത്, അള്ളാന്റെ കൂലിയും കിട്ടട്ടെ, അള്ളാന്റെ കൂലിയും കിട്ടട്ടെ. ഒന്നാമതേതാണ്, ഇയാൾ ആരോഗ്യമുള്ള സമയത്ത് ഒറ്റ സുന്നത്ത് നോമ്പ്, അറഫാ നോമ്പ് പോലും പിടിക്കാറുണ്ടായിരുന്നില്ല. ശരീരത്തിൽ കൊഴുപ്പ് വന്നടിഞ്ഞ് ആകെ ഫാറ്റ് വന്ന് ബുദ്ധിമുട്ടിച്ചപ്പോ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോക്ക് പോയാൽ ഹാർട്ട് അറ്റാക്കായി തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഇക്കാക്ക സുന്നത്ത് നോമ്പായ സുന്നത്ത് നോമ്പൊക്കെ പിടുത്തം തുടങ്ങി. വ്യാഴാഴ്ച സുന്നത്ത്, തിങ്കളാഴ്ച സുന്നത്ത്, അയ്യാമുൽ ബീളിന്റെ, കർത്തവാവിന്റെ, വെളുത്തവാവിന്റെ അടക്കി സുന്നത്ത് നോമ്പാണ് പിടി തുടങ്ങി. എന്തിനാ സുന്നത്ത് നോമ്പ് പിടിച്ചത്? ആരോഗ്യ സംരക്ഷണത്തിന്, അള്ളാന്റെ കൂലിയും കിട്ടട്ടെ. രണ്ടാമത്, അപ്പൊ അവിടെ നിയ്യത്തിൽ മർമ്മപ്രധാനമായി മുഴച്ചു നിൽക്കുന്നത് ആരോഗ്യ സംരക്ഷണമാണ്. അത് ഭൗതികമായ ഒരു താല്പര്യമാണ്. അത് ദുന്യാവിന്റെ കേസ്. അവിടെ കുറച്ചാലും ചെയ്യും. ആർക്കാപ്പ മണ്ണിന്റെ അടിയിൽ പോകാൻ താല്പര്യമുള്ളത്? 75 വയസ്സായ തന്തിയും പറയണത് നടുവിന് ചെറിയൊരു കുഴപ്പമുണ്ട്, ആശുപത്രി പോയി നോക്കുക. താഴേക്കാണ് പോണ ചിന്ത. അത് സമ്മതിക്കാൻ പറ്റൂല, ചിന്തിക്കാനും പറ്റൂല, പോകാൻ തയ്യാറുമല്ല അല്ലേ? അപ്പൊ ഈ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ആയപ്പോ അപ്പണ്ട് ഇഖ്ലാസ് മൂത്തു, അപ്പണ് ഭക്തിയാണ് വന്നു. പിന്നെ സുന്നത്ത് നോമ്പോട് സുന്നത്ത് നോമ്പ്. ഇത് ഇഖ്ലാസ് പൊളിഞ്ഞു. നീ രണ്ടും ബറാബറാണ്. പഠിച്ചോന്റെ കൂലി അതേപോലെ തന്നെ എന്റെ ആരോഗ്യം രണ്ടും തുല്യാണെങ്കിലോ ആ നിയ്യത്തിൽ ചെളി കലർന്നു. ഇഖ്ലാസ് പൊട്ടി എന്നാ ഈ പറയുന്നത്. ഔ സ്വാമ, അല്ലെങ്കിൽ നോമ്പ് നോറ്റു. എന്തിന്? ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇത് കാത് മുളച്ചിട്ട് കേട്ടിട്ടുണ്ടാവില്ല. എന്നാ കേട്ടോ, ഇഖ്ലാസ് പൊട്ടാനുള്ള രണ്ടാമത്തെ കാരണം നോമ്പ് പിടിച്ചു. എന്താ നോമ്പ് പിടിച്ചത്? എന്ത് കാരണത്താലാണ്? ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിലുള്ള പ്രയാസം, അത് കഴിക്കാൻ പോകുന്നതിലുള്ള ഒഴിവ് കുറവ്. കിട്ടിയോൻ പറഞ്ഞു, മോളെ ഞാന് ബാംഗ്ലൂർ വരെ ഒന്ന് പോവാണ്. എപ്പോ? നാളെ പുലർച്ചെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, ബാംഗ്ലൂർ പോവാണ്, രാത്രി എത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കച്ചവടത്തിന് പോവുകയാണ്, പകല് വീട്ടിലുണ്ടാവില്ല എന്ന് വീട്ടുകാരൻ പറഞ്ഞപ്പോ അവളാണ് തീരുമാനിച്ചു, എന്നാ പിന്നെ ഞാൻ ഇനി അടുക്കളയിൽ കെട്ടിമറിയാൻ നിൽക്കണ്ട, ഇരിക്കണം നോമ്പായിക്കോട്ടെ. എന്താ നോമ്പായിക്കോട്ടെ എന്ന് പറഞ്ഞത്? ഭക്ഷണം ഉണ്ടാക്കാനുള്ള മടി. അല്ല, അതൊക്കെ കാണേ നിന്റെ ഈ വക വേഷം കെട്ട് ഉള്ളിലിരിപ്പൊക്കെ പഠിച്ചോൻ കാണും. സുന്നത്ത് നോമ്പല്ലേ, കിട്ടിയോനെ ഏതായാലും ഇല്ലല്ലോ, എന്നാ പിന്നെ ഫുഡ് ഉണ്ടാക്കണ്ട, ഒരു മടി ആദ്യം ഉണ്ട് ഉണ്ടാക്കാൻ. നോമ്പായിക്കോട്ടെ, കിടക്കട്ടാണ് നോമ്പ്. അല്ലെങ്കിൽ പിന്നെ സീസൺ കച്ചവടമാണ്, ഫുഡ് കഴിക്കാൻ പോകാൻ സമയം കിട്ടണ്ടേ? പെരുന്നാളൊക്കെ വരുമ്പോ ചില സീസൺ കച്ചവടക്കാർ കണ്ടിട്ടില്ലേ, വീട്ടിൽ ഒന്നിനും നേരം കിട്ടില്ല, അവിടെ കിടന്ന് തിരിയാ ഫുഡ് കഴിക്കാൻ. 4 മണി എന്തേ ഇതുവരെ കഴിച്ചിട്ടില്ല. ഏതായാലും ഫുഡ് കഴിക്കാൻ പറ്റില്ല, കിടക്കട്ടെ, അള്ളാന്റെ മാർഗത്തിൽ ഒരു സുന്നത്ത് നോമ്പ്. ഇഖ്ലാസ് ഇല്ല. മൊയ്ലിയർ ആരെങ്കിലും നോമ്പ് പിടിക്കണമൊക്കെ അല്ലാണ്ടാക്കുമല്ലോ. എനിക്കിപ്പോൾ എന്താ, നിങ്ങൾ എങ്ങനെയെങ്കിലും നോമ്പ് പിടിക്കണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നത്. നിങ്ങൾ നോമ്പ് പിടിക്കണുണ്ടോ? അള്ളാന്റെ പൊരുത്തം അതുകൊണ്ട് കിട്ടണം, മാർക്ക് കിട്ടണം. ഇല്ലാത്ത ഈ ഇടപാട് എന്തിനാ വെറുതെ പട്ടിണി, ദാഹം സഹിച്ച് പട്ടിണി ഇടതിൽ എന്ത് കാര്യമുണ്ട് അല്ലേ? ഈ നോമ്പിന് പ്രതിഫലം ഇല്ല. ഇത് ഇഖ്ലാസ് ഇല്ല ഇതിനകത്ത്. ഇപ്പൊ ഓരോന്ന് ഇമാമികൾ പറയുന്നുണ്ട്. ഔ യഹുജ്ജ, അല്ലെങ്കിൽ ഹജ്ജിന് പോവുക. അവന്റെ നുസ്ഹത്ത്, അവന്റെ വിനോദം. എന്തിനാ ഹജ്ജിന് പോണത്? അള്ളാന്റെ അടുത്ത് കൂലിട്ടൂലേ, എന്റെ ബാധ്യതയല്ലേ. കൂട്ടത്തിലൊരു ടൂറ് ആയല്ലോ. ടൂറ് ഇപ്പൊക്കെ വെക്കേഷൻ വന്നാല് ഫാമിലി സഹിതം ഉംറക്ക് ടൂർ അടിക്കല. പണ്ട് കൊടൈക്കനാലിലും ഊട്ടിയിലും മൈസൂരൊക്കെ പോയിന്ന് പകരം ഇപ്പൊ ഉംറക്കണ്ട് ടൂർ അടിക്കല. അള്ളാന്റെ കൂലി ആഗ്രഹമുണ്ട്, കൂടെ ഒരു ടൂറും പൊട്ടി. ഈ ഇഖ്ലാസ് പൊട്ടിപ്പോയി എന്നാ പറയുന്നത്. അങ്ങനെ ഉണ്ടാവോ? ഉണ്ട്. നബി തങ്ങൾ ഇത് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത്, ലോകാവസാനത്തിന്റെ അടുത്ത കാലത്തൊക്കെ നടക്കുന്ന ഹജ്ജും ഉംറയും. ഇദാ കാന ആഖിറുസ്സമാൻ, ലോകാവസാനം അടുത്തു വന്നാൽ, ഖറജന്നാസു ഇലൽ ഹജ്ജി, ജനങ്ങൾ ഹജ്ജിനും ഉംറക്കും പോകുന്നത് 4 അസ്നാഫ്, 4 ഗ്രൂപ്പ് മാത്രമാണ് ഹജ്ജിന് പോവുക. അല്ലല്ലോ ഉസ്താദേ, കുറെ ഗ്രൂപ്പ് ഉണ്ടല്ലോ നാട്ടില്. എല്ലാ ഗ്രൂപ്പും പരിശോധിച്ചാൽ 4 ഗ്രൂപ്പ് ഉണ്ടാവും. അതന്നെ, ഖറജന്നാസു ഇലൽ ഹജ്ജി 4 അസ്നാഫ്. മൊത്തം ഹാജിമാരെ, ഹജ്ജുമ്മമാരെ നോക്കിയാൽ 4 ഗ്രൂപ്പ് ഉണ്ടാവും.
അവരുടെ കൂട്ടത്തിലെ ഭരണാധികാരികൾ, രാജാക്കന്മാർ ഹജ്ജിന് പോകുന്നതിൽ നുസ്ഹത്തി വിനോദത്തിനാണ്. ഗവൺമെന്റ് പ്രതിനിധി എന്നുള്ള നിലക്ക് വന്നിറങ്ങാ, നല്ല കെയറിംഗ് ഒക്കെ കിട്ടും, രാജകീയ കൊട്ടാരം അതൊക്കെ കിട്ടും. അങ്ങനെ ഭരണാധികാരികൾ കണ്ടിട്ടില്ലേ MP-മാരൊക്കെ? ഇവിടുന്ന് പോയ MP-മാരും മന്ത്രിമാരൊക്കെ കാബിന്റെ ഉള്ളെന്നല്ലേ നിക്കരിച്ചത് ആ സാഹിബ്, നമുക്ക് ചാൻസ് കിട്ടിയോ? ഏത് പോക്കാ പോയത്? ഇത് നുസ്ഹത്തിന് പോയതാ. എന്നിട്ട് 4 ഫോട്ടോ എടുപ്പിക്കും. ഞാൻ കാബിന്റെ ഉള്ളത്ത് അകത്തേക്ക് കയറുന്നുണ്ട്, ഫോട്ടോ എടുത്തോ, ലോകാകെ കാണട്ടെ. 10 പൈസക്കില്ലത്, 10 പൈസക്കില്ലത്. അതിനെ സലാത്തീനുഹും അവരുടെ അധികാരി വർഗം പോകുന്നത് ലിന്നുസ്ഹത്തി വിനോദായിട്ട്, ടൂറായിട്ട് പോകും. വഅഗ്നിയാഹും അവരുടെ സമ്പന്നന്മാർ, അക്കാലത്തെ സമ്പന്നന്മാർ ഹജ്ജിനും ഉംറക്കും പോകുന്നത് ലിത്തിജാറ. നാട്ടിലൊന്നും ഇടപാടൊന്നും അത്ര മെച്ചല്ല, വണ്ടി കച്ചവടമൊക്കെ മോശമാണ്, അവിടെ വല്ലതും നടക്കുവോ? ആ പോണ പോക്കിലോ നോക്കി നാട്ടിൽ വന്ന് വിസ ശരിയാക്കി പോയാൽ മതിയല്ലോ. അങ്ങനെ സമ്പന്നന്മാർ ബിസിനസ് മൈൻഡുമായി പോകും. വഫുഖറാഉഹും അവരുടെ ദരിദ്രന്മാർ അവര് യാചിക്കാൻ വേണ്ടി പോകും. ലിൽ മസ്അലതി എന്ന് നബി തങ്ങൾ പറയാൻ. എന്തൊക്കെ ഈ ഭിക്ഷയാചന നിരോധിക്കാൻ സൗദി ഗവൺമെന്റ് ശ്രമിച്ചാലും പോയവർക്കറിയാം, ഉംറക്ക് പോയവർക്കും ഹജ്ജിന് പോയവർക്കൊക്കെ അറിയാം എത്ര ഭിക്ഷക്കാരാണ് അവിടെ ഉള്ളത്. പാവങ്ങൾ ആ മണ്ണിൽ വരുന്നത് യാചിക്കാനും വരും. വഖുറാഉഹും ആ കാലത്തെ പണ്ഡിതന്മാർ വരുന്നത് ലിസുംഅതി പേരിന് വേണ്ടി. ഇപ്പൊ ശിഹാബുദ്ദീൻ അമ്മയും ബാപ്പി എനിക്കിട്ട പേര്. ഒരു വാലുണ്ട് ഫൈസി, അത് പഠിച്ചതിന്റെ വാലാണ്. അപ്പൊ ഒടുവിന് ശിഹാബുദ്ദീൻ ആജിയും ചേർക്കാൻ പറ്റാത്തപ്പോ ശിഹാബുദ്ദീൻ ഫൈസി, എന്തോ ഒരു സുഖം. ആ സുഖം ഉണ്ടാവും, അതിന്റെ അപ്പുറത്തൊന്നും ഉണ്ടാവില്ല. പേരിന് വേണ്ടി, പേരിന് വേണ്ടി, അതന്നെ പേരിന് വേണ്ടി. അവരിലെ പണ്ഡിതന്മാർ, ബോധമുള്ളവർ ലിസുംഅതി പേരിന് വേണ്ടി. ഈ ഹാജി എന്നുള്ള പ്രയോഗമൊക്കെ പിൽക്കാലത്ത് വന്ന ബിദ്അത്താ. ഇത് ഇസ്ലാമിന്റെ ഭാഗമാണെങ്കിൽ അബൂബക്കർ ഹാജി റളിയല്ലാഹു അൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഹാജി റളിയല്ലാഹു അൻ, അലിയാർ തങ്ങൾ ഹാജി റളിയല്ലാഹു ഉണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? മുത്തുറസൂലിന്റെ കൂടെ ഹാജി എന്നുള്ള വാലില്ല. ഉണ്ടോ? സഹാബത്തിനുണ്ടോ? അതിന് ശേഷം വന്ന സുഫിയാനു സൗരി ഹാജി ഇല്ലല്ലോ, ഇക്രിമ ഹാജി ഇല്ലല്ലോ, മുജാഹിദ് ഹാജി ഇല്ലല്ലോ, അവർക്ക് താബിഈങ്ങളാണ്. ഹസൻ ബസരി ഹാജി ഇല്ലല്ലോ. സഹാബത്തിനും താബിഈങ്ങൾക്കൊന്നും ഈ വാലില്ല. നമ്മളെ നാട്ടിലിപ്പത് അതൊരു ആദത്ത്, ഒരു സമ്പ്രദായം എന്നുള്ള നിലക്ക് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഇന്ന് തൊട്ട് വിളി നിർത്തണമെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഞാൻ എന്റെ പേര് ഹാജി എന്നാണ് എഴുതിയിട്ട് അതങ്ങോട്ട് പരസ്യപ്പെടുത്തിയിട്ട് സുഖം ഉണ്ടല്ലോ, ഉള്ളിലൊരു സുഖം, അത് വേണ്ട. നാട്ടുകാർ വിളിച്ചോട്ടെ, നമ്മുടെ നാട്ടിലൊരു ആദത്ത്, ഒരു സമ്പ്രദായം എന്നുള്ള നിലക്ക് വിളിച്ചോട്ടെ എന്നല്ലാതെ നമ്മൾ തന്നെ നമ്മളെ പേരിന് വാല് ചേർക്കുക വേണ്ട. ഹാജി എന്ന് പറഞ്ഞാൽ ബിൽഫീൽ ഹാജിക്ക ഹാജി എന്ന് പറയാ. മക്കത്താ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് ഹാജിയും അത് നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിമത്തായ പെണ്ണ് ഹാജയുമാണ്. കഴിഞ്ഞു വന്നാ കഴിഞ്ഞു. ഇവിടുന്ന് ഇപ്പൊ ജുമാ കഴിഞ്ഞ് നിസ്കരിച്ച് വീട്ടിൽ ചെന്നപ്പോ മുസല്ലിയെ നിസ്കരിക്കണ ആളെയെന്ന് കെട്ടിയോട് വിളിക്കുവോ? ആ ഇടപാട് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതോടുകൂടി കഴിഞ്ഞല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ 4 ഗ്രൂപ്പേ ഹജ്ജിന് പോവുള്ളൂ. പേരിനോ കച്ചവടത്തിനോ യാചനക്കോ അല്ലെങ്കിൽ ഒരു ടൂറായിട്ടോ ഒക്കെ പോകുള്ളൂ. നീ അള്ളാന്റെ പൊരുത്തും കൂലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ 4 ചിന്തയിൽ ഏതെങ്കിലും ചിന്ത അതിന്റെ ചളി പുരട്ടിയിട്ടുണ്ടാവും ആ നിയത്തില്. അതോടുകൂടെ ഇഖ്ലാസ് പൊട്ടി, കഥ കഴിഞ്ഞു. അല്ലെങ്കിൽ ഹജ്ജിനോ ഉംറക്കോ പോകുന്ന എന്തിനാ? നാട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്, കേസുണ്ട്, കൊട്ടേഷൻ പാർട്ടി പിന്നാലുണ്ട്. അപ്പൊ നാട്ടിൽ നിന്നാ ബുദ്ധിമുട്ടാണ്, ഒന്ന് മാറലാണ് നല്ലതെന്ന് ചില ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ പറഞ്ഞപ്പോ ഒരു 40 ദിവസമാണ് മാറി നിന്നാൽ വരുമ്പോഴേക്ക് കോംപ്രമൈസ് ആക്കാ, അല്ലെങ്കിൽ 15 ദിവസം ഉംറക്ക് പോയാല് ആ പ്രശ്നം സോൾവ് ആവുമ്പോ തിരിച്ചു വരാ. ഇല്ല, ശരിയായില്ല. ഈ കമ്പനിയിലും കടയിലും ഓഫീസിലും നിന്നിട്ട് മടുത്തു. ഒരു 15 ദിവസം ലീവ് എടുത്തിട്ടാണ് ഉംറക്ക് പോവുക. ഒരു റീഫ്രഷ്മെന്റ്, ഒരു റീഫ്രഷ് ആയി കിട്ടുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പോവാൻ. പൊട്ടി, ഇഖ്ലാസ് പൊട്ടി, കിട്ടൂല. ഔ യുസല്ലി ബില്ലൈലി വലഹു ഗർളുൻ ഫീ ദഫഇൻ നുആസി അൻ നഫ്സിഹി. നൈറ്റ് ഡ്യൂട്ടിയാണ് ആൾക്ക്, വാച്ച്മാന്റെ പണിയാണ്, പാറാവാണ്, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത എന്തോ ഡ്യൂട്ടിയിലാണ്. അപ്പൊ ഉറക്കം വരാതിരിക്കാൻ ഇടക്കിടക്ക് ഒതുണ്ടാക്കുക, സുന്നത്ത് നിസ്കരിക്കുക, ഒതുണ്ടാക്കുക, സുന്നത്ത് നിസ്കരിക്കുക. എന്തിന്? നൈറ്റ് ഡ്യൂട്ടിയാണ്, ഉറക്കം വരാതിരിക്കാനേ. ഇതൊക്കെ ഇഖ്ലാസ് പൊട്ടുന്ന കാര്യങ്ങളാണ്. ഔ യഊദ മരീളൻ, ഒരുപാട് വിശദീകരിച്ചേണ്ട ക്ലാസ് ആണ്, ചുരുക്കി പറയാൻ. ഔ യഊദ മരീളൻ, അല്ലെങ്കിൽ രോഗിയെ സന്ദർശിക്കുക. എന്തിന്? ലിയുആദ ഇദാ മരീള, ഞാൻ കിടക്കുമ്പോൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കണ്ടേ,
അതിന് അയലോക്കത്ത് സൂക്കേടാവുമ്പോ ഞാൻ പോകണ്ടേ? ഇതൊക്കെ സാധാരണ ചിന്തയാണ് നമ്മുടെ ചിന്ത, അല്ലേ? ഔ യുഷിയ ജനാസത്തൻ, ഒരാൾ മരിച്ചു എന്ന് കേട്ടപ്പോ ആ മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കാളിയാകുക. എന്തിന്? ലിയുഷിയ ജനായിസ അഹ്ലിഹി. അബ്ദുറഹ്മാന്റെ ബാപ്പ മരിച്ചിട്ടുണ്ട്, പോണം പോണം പോണം. എന്താ പോണം പറയാൻ കാരണം? ഇവിടെ ഒരെണ്ണണ്ട് അടവ് തെറ്റി കിടക്കണേ, എപ്പോഴാ തട്ടിപ്പോണെന്ന് അറിയില്ല, ആരെങ്കിലും ഈ പടി കടന്നിങ്ങോട്ട് വരണ്ടേ, അതിന് നമ്മൾ അങ്ങോട്ടൊന്ന് പോകണ്ടേ ഇല്ലേ? പറച്ചിൽ തന്നെ ഉണ്ട്. നീ പോണില്ല അങ്ങോട്ട്, വീട്ടുകാരി പറയും നിങ്ങൾ പോണില്ല അങ്ങോട്ട്, പോയില്ലെങ്കിൽ ആരും ഇവിടെ തിരിഞ്ഞു നോക്കൂലാട്ടോ, ഇവിടെ ഉണ്ട് ഒരെണ്ണം ഉമ്മ കിടക്കണുണ്ടല്ലേ. അത് ഈ ഒരു മൈൻഡ് ഇഖ്ലാസ് അല്ല. ഇതൊക്കെ മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ തമ്മിലുള്ള കടമ. അവങ്ങോട്ട് വന്നോ വന്നില്ലേ, വരുമോ വരില്ലയോ എന്റെ വിഷയമല്ല, ഞാൻ അങ്ങോട്ട് പോവാ. ഇതാ ഇഖ്ലാസ്. ഇതുപോലെ കല്യാണം ഉണ്ടാവുമ്പോ സഹകരിക്കുക, കല്യാണം ഉണ്ടാവുമ്പോ സഹകരിക്കുക. എന്തിന്? എന്റെ മോക്കടെ കല്യാണം അടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അനിയൻ പിള്ളയുടെ കല്യാണം അടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചേട്ടന്റെ കല്യാണം, മോളെ കല്യാണം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ കല്യാണം വരുന്നുണ്ട്. അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് സജീവാകണ്ടേ? അങ്ങനെ പോയി. ഇഖ്ലാസ് അല്ല, ശിർക്കാണത്. നിന്റെ കാര്യം നടക്കാനുള്ള അമലാണത്. കവർ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ നമ്മളെ നാട്ടിലല്ലേ, പറഞ്ഞു വന്നാൽ അതും മുടങ്ങുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് പറയാനും പേടിയുണ്ട്. പക്ഷെ അതിലും വേണ്ടേ നമുക്ക് ഇഖ്ലാസ്. കവർ കൊടുക്കുമ്പോ പേരെഴുതി കൊടുക്കും, നിയ്യത്ത് എന്താ? എനിക്കും തരണം, ഇത്രയോ ഇതിന്റെ മുകളിലോ തരണം. ഇതാ നിയ്യത്ത്. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഇത് സ്വതക്കയാണോന്ന് മനസ്സിലായിട്ടില്ല, കടാണോന്ന് മനസ്സിലായിട്ടില്ല. സ്വതക്കയാണെങ്കിൽ തിരിച്ചു തരണം എന്ന് ചിന്ത പറ്റുമോ? പറ്റുമോ? പറ്റില്ല. പറ്റുമോ? ഒരാൾക്ക് ദാനം കൊടുക്കുമ്പോ നീ ഇതോ ഇതിന് സമാനമായതോ ഇതിനേക്കാളോ ഇങ്ങോട്ട് തിരിച്ചു തരണം എന്നുള്ള ഡിമാൻഡ്, ആ ഡിമാൻഡ് എഴുതി എഗ്രിമെന്റ് ആക്കൊന്നുമില്ല, മനസ്സിൽ അങ്ങനെ ഉണ്ടാവുമോ? സ്വതക്കയാണെങ്കിൽ സ്വതക്കന്റെ ഗണത്തിൽ ഇത് പെടുത്താൻ പറ്റൂല. കടാണോ അത്? 5000 രൂപ അല്ലെങ്കിൽ 500 രൂപ, ഇത് കടമാകുന്നു, എന്റെ മോള് കല്യാണം ഉണ്ടാകുമ്പോൾ എനിക്കും തിരിച്ചു തരേണ്ടതാകുന്നു. എഴുതി വെക്കലുണ്ടോ? ഇല്ല. ഇത് കടുവല്ല, സ്വതക്കല്ല, ചോറുമല്ല, കഞ്ഞിയല്ല, ഒരു വക ചൊറിഞ്ഞിന്ന് പണ്ടാരോ പറഞ്ഞല്ലോ. ഇതേ അവസ്ഥയാണ് സത്യത്തിൽ ഇതിന്റെ. നിങ്ങൾ കൊടുത്തോ, പേര് എഴുതിയും കൊടുത്തോ, അതിനൊന്നും കുഴപ്പമില്ല. ഞാനും കൂട്ടുകാരാ നിന്റെ കല്യാണത്തിന് ഞാനും പങ്കാളിയായിട്ടുണ്ട്, നിന്നോടുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ പേര് എഴുതിയൊക്കെ കൊടുത്തോ. ഇനി നാളെ തൊട്ട് പേര് എഴുതൽ ശിർക്കാണെന്നൊന്നും പറയണ്ട. ആ പേര് എഴുതുമ്പോ തിരിച്ചു കിട്ടുക എന്നുള്ള കോലം. കടം കൊടുത്തോ, കടം വലിയ പുണ്യല്ലേ, സ്വതക്കനേക്കാൾ കൂലിയാത്രേ കടത്തിന്. നബി തങ്ങൾ പറയുന്നുണ്ട്, റഅയ്തു ലൈലത ഉസ്രിയ ബി, ഇസ്രായിന്റെ ആ യാത്ര ഇങ്ങനെ പോയല്ലേ ഞാന്, സ്വർഗവും നരകമൊക്കെ കണ്ടല്ലോ. അപ്പൊ ഞാനൊരു കാഴ്ച കണ്ടു. റഅയ്തു അലാ ബാബിൽ ജന്നത്തി മക്തൂബൻ, സ്വർഗത്തിന്റെ ഡോറിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നബി തങ്ങൾ പറയാണ്, സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്താണ്? അസ്സദഖതു ബിഅശ്രി അംസാലിഹാ വൽ ഖർദു ബി18. നബി തങ്ങൾ പറയാ, ഇസ്രാ മിഅ്റാജ് പോയപ്പോ കണ്ട കാഴ്ച, സ്വർഗത്തിന്റെ ഡോറിൽ എഴുതി വെച്ചിരിക്കുന്നത് ദാനം 10 മടങ്ങ് പ്രതിഫലമാണ്. 1 രൂപ കൊടുത്താൽ 10 രൂപ അല്ലെങ്കിൽ 10 ഇരട്ടി പ്രതിഫലമാണ് അതിനുള്ളത്. വൽ ഖർദു, കടം കൊടുത്താൽ ബി18, 18 ഇരട്ടി കൂലിയാണ്. നബി തങ്ങൾ പറയാണ്, കുൽത്തു, ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ, ജിബ്രീലെ കൂടണ്ടല്ലോ, അവിടെയൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം കൂടണ്ടല്ലോ. യാ ജിബ്രീൽ ഫമാ ബാലുൽ ഖർലി, ഒന്ന് വെറുതെ കൊടുക്കുക, സ്വതക്ക ദാനം ചുമ്മാ കൊടുത്ത് ഒഴിവാക്കുകയാണ്, തിരിച്ചു കിട്ടാത്ത വിധത്തില്. അതിന് 10 ഇരട്ടിയും, ഈ കടം കൊടുക്കുമ്പോ 18 ഇരട്ടിയും. ഇതെന്താ ജിബ്രീലെ എന്ന് ഞാൻ മുഖറബുൽ അംലാക്കായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോ ജിബ്രീൽ എന്നോട് പറഞ്ഞു, സ്വതക്ക പറ്റുന്നവൻ അത്യാവശ്യക്കാരനായിരിക്കണമെന്നില്ല. ലക്ഷങ്ങൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉള്ള മൊയ്ലേരും സ്വതക്ക വാങ്ങും, മൊയ്ലേർക്കും കൊടുക്കും സ്വതക്ക. ആവശ്യമില്ല, വെറുതെ കുന്നുകൂട്ടി വെക്കാനാണ്. എന്നാൽ വൽ മുസ്തഖരിദു, കടം തേടുന്ന ആള്, കടം ചോദിക്കുന്ന ആള്, ഇന്നമാ യസ്തഖരിദു ലിഹാജത്തിൻ, കുടുങ്ങിയിട്ടാണ് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും അത്യാവശ്യക്കാരനാണ് ആര്? കടം ചോദിക്കുന്ന ആള്. സ്വതക്ക കൊടുത്താ ഒരു പക്ഷേ ആ മനുഷ്യനത് നന്നായി ഉപകരിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മൾ കാഴ്ചയിൽ ആള് പച്ചപ്പാവായിരിക്കും ഉണ്ടാകും. ഈ ഭിക്ഷക്കാരൊക്കെ ബാണ്ടക്കെട്ട് പരിശോധിച്ച് ലക്ഷങ്ങളും 10,000-ങ്ങളൊക്കെ പോലീസ് പിടിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? നമ്മളെ കാഴ്ചയിൽ അവർ ഒന്നുമില്ല, അത്താഴപ്പട്ടിണിക്കാരനാ. പക്ഷെ അങ്ങനെയല്ല സത്യത്തിലുള്ളത്. ദാനം കൊടുക്കുമ്പോ അത് അത്യാവശ്യക്കാരനാകാം, ആകാതിരിക്കാം. എന്നാൽ കടം വാങ്ങുന്നത് തീർത്തും കുടുങ്ങിപ്പോയവനാണ്. അവനെ സഹായിച്ചാൽ 18 കൂലിയുണ്ട്. അതുകൊണ്ട് ഈ കവറിൽ 500 ഇട്ട് കൊടുക്കുന്നതോട് കൂടെ ഒരു 5000 വേറെ ഉണ്ടെങ്കിൽ ഇത് കടുവാണ് കാരണം കൊടുത്തോ കല്യാണത്തിന്. അപ്പൊ 10 കിട്ടിപ്പോ 28 ഇരട്ടി കൂലി കിട്ടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള നിയ്യത്തുകൾ നമ്മുടെ സൽക്കർമ്മങ്ങളിൽ കലർന്നാൽ, ഇതിപ്പോ എന്ത് നിയ്യത്താ?
ഭൗതികമായ കാര്യങ്ങൾ. അവന് കൊടുത്താൽ എനിക്കും കിട്ടണം, അവന് ചെയ്തു കൊടുത്താൽ എനിക്കും കിട്ടണം, അല്ലേ? അല്ലെങ്കിൽ തടി ഒന്ന് ക്ലിയർ ആകണം, അല്ലെങ്കിൽ മൂഡ് ഓഫ് ഒന്ന് മാറണം എന്നിത്യാദി ചിന്തകൾ നമ്മുടെ അമലുകളുടെ ലക്ഷ്യങ്ങളിൽ കലർന്നാൽ ഇഖ്ലാസ് പൊട്ടിപ്പോയി എന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹുവേ, നീ ഞങ്ങളുടെ കർമ്മങ്ങളെ നീ പൊരുത്തപ്പെടുന്ന തൃപ്തിപ്പെടുന്ന വിധത്തിൽ സംവിധാനിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ.